പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളിനക്ഷത്രത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ മലയാള സിനിമയിൽ ചൂടുള്ള വാർത്ത ഹരിഹരൻ മമ്മൂട്ടി പ്രോജക്റ്റാണ്. ഏത് പ്രോജക്റ്റ് നിങ്ങൾ ചോദിക്കും? ഉജ്ജയിനി എന്നുള്ള വലിയ സിനിമ. അതിപ്പോൾ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുൻപ് ONVയുടെ ഉജ്ജയിനി എന്നുള്ള ഖണ്ഡകാവ്യം സിനിമയാക്കാൻ തീരുമാനിക്കുന്നു. അത് MTക്കും വലിയ താല്പര്യമുള്ളതായിരുന്നു. MT തിരക്കഥ എഴുതാമെന്ന് സമ്മതിക്കുന്നു. ഹരിഹരൻ സംവിധാനം ചെയ്യാം. ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മിക്കാനും തീരുമാനിച്ചു. അങ്ങനെ MT, ഹരിഹരൻ, ONV, ഗുഡ് നൈറ്റ് മോഹൻ അടക്കം ഉജ്ജയിനിലേക്ക് പോകുന്നു ലൊക്കേഷൻ കാണാൻ വേണ്ടി. ലൊക്കേഷൻ കണ്ടുവന്ന് തിരക്കഥ എഴുതാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ വെച്ച് തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വരാവുന്ന ഈ ചെലവുകൾ വന്ന് സിനിമ ഏറ്റവും നന്നാവുന്നു. പക്ഷെ നന്നായാൽ പ്രൊഡ്യൂസർക്ക് എന്ത് കിട്ടും എന്നുള്ള സംസാരം വരുന്നു. അങ്ങനെ ഗുഡ് നൈറ്റ് മോഹൻ ഈ സിനിമയിൽ പിന്മാറുന്നു. ഈ പ്രോജക്റ്റ് ഇല്ലാതാവുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ONV മരിച്ചു. ONVക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി വലിയൊരു നിർമ്മാതാവ് രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു തുടക്കം കുറിക്കുകയാണത്. ഹരിഹരൻ ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും തീരുമാനിക്കുന്നു. തിരക്കഥ എഴുതി ഏകദേശം പൂർത്തിയായി. സംഭാഷണം വേറെ പ്രശസ്തനായ ഒരാളെ കൊണ്ട് സഹകരിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് അവരെല്ലാം പിരിഞ്ഞത്. ആരിതിൽ പ്രധാന നടനായിട്ട് അഭിനയിക്കും? പലരുടെ പേരുകൾ വന്നെങ്കിലും അന്നും ഇന്നും ഹരിഹരന്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രം, മമ്മൂട്ടി. പഴശ്ശിരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഇമേജ് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദിക്കൂ, ഹരിഹരന്റെ പടത്തില് മമ്മൂട്ടി ആകെ 2.5 സിനിമയിലല്ലേ അഭിനയിച്ചിട്ടുള്ളൂ എന്ന്. 2.5 സിനിമയായാലും ഒരു സിനിമയായാലും ഈ 2.5 എന്ന് പറയാൻ അര സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യം അഭിനയിച്ചത് വികടകവി എന്നുള്ള സിനിമയിലാണ്. അത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടി മറ്റു സിനിമയിലേക്ക് പോയി. അത് അത്രയും വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് വടക്കൻ വീരകഥ, അത് കഴിഞ്ഞ് പഴശ്ശിരാജ. ഈ 2 സിനിമ കൂട്ടിയാൽ മതി. ഈ 2 സിനിമയിൽ ഹരിഹരൻ മമ്മൂട്ടി പ്രോജക്റ്റ് ഗംഭീരമായിരുന്നു. അപ്പൊ ഉജ്ജയിനിയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ യോഗ്യൻ ഹരിഹരൻ തോന്നിയത് മമ്മൂട്ടി തന്നെയാണ്. അങ്ങനെ മമ്മൂട്ടി നായകനായി ഈ പരിപാടി തീരുമാനിക്കുന്നു. അതിനുശേഷം മമ്മൂട്ടി അസുഖബാധിതനായപ്പോൾ പലരും പറഞ്ഞു, ഹരിഹരൻ നിങ്ങൾ വേറെ ആളെ മാറ്റി ചിന്തിക്കൂ. അപ്പോഴും ഹരിഹരൻ പറഞ്ഞു, ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് മമ്മൂട്ടിക്ക് ചെയ്യാവുന്നൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. മമ്മൂട്ടി അസുഖക്കിടക്കയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെ അസുഖം മാറി തിരിച്ചു വന്നു. ഇതിൻ്റെ മറ്റു വർക്കുകളിലേക്ക് നീങ്ങി. നാളെ തുടങ്ങും, മറ്റന്നാൾ തുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കെ ഈ പ്രോജക്റ്റ് നീണ്ടുപോവുകയാണ്. പ്രോജക്റ്റ് നീണ്ടുപോകുമ്പോൾ മമ്മൂട്ടിക്ക് പ്രശ്നമില്ല. മമ്മൂട്ടി കൈ നിറയെ സിനിമകളാണ്. ഹരിഹരനെ സംബന്ധിച്ചും പടത്തിന് എണ്ണക്കുറവില്ല. ഗോകുലം ഗോപാൽ അടക്കമുള്ള സിനിമകള്, അതല്ലെങ്കിൽ സ്വന്തം ബാനറിലെടുക്കുന്ന സിനിമകളെല്ലാം ഹരിഹരന്റെ പക്കൽ സുരക്ഷിതമാണ്. അതൊന്നും ചെയ്യാതെ ഹരിഹരൻ ഇപ്പോഴും ഉജ്ജയിനിയിലേക്ക് പുറകിലാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാർ ഉജ്ജയിനി നടക്കുമ്പോൾ നടക്കട്ടെ, നിങ്ങളുടെ പടം ചെയ്യൂ, മമ്മൂട്ടിയുടെ കൃത്യമായ ഡേറ്റ് ചോദിക്കൂ എന്നുള്ളതാണ്. മമ്മൂട്ടി അഭിനയിക്കില്ല എന്ന് പറയുന്നില്ല, അഭിനയിക്കാം സാർ, എന്നാലേ നാളെ ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിക്ക് നിറയെ പ്രോജക്റ്റുകളുണ്ട്. ഈ പ്രോജക്റ്റുകളെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാനായിരിക്കുമോ, ഉജ്ജയിനി ചെയ്യാനായിരിക്കുമോ, അതേക്കുറിച്ചാണ് ചർച്ച. പക്ഷെ ഇതൊന്നും ഹരിഹരൻ മനസ്സിലാക്കുന്നില്ല. ഹരിഹരൻ ഇപ്പോഴും മമ്മൂട്ടിയുടെ പുറകെയാണ്. അത് മാറ്റി ചിന്തിക്കണമെന്ന് ഞങ്ങൾ പലപ്പോഴും പലരോടും പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്മാറിയിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും 100% മമ്മൂട്ടിയിൽ പൂർണ്ണ വിശ്വാസമാണ്. മമ്മൂട്ടി അഭിനയിക്കാൻ വരും. മമ്മൂട്ടി എന്തെങ്കിലും അഭിനയിക്കാൻ വന്നാൽ മതിയോ. ഈ പ്രോജക്റ്റ് നീണ്ടുപോകുമ്പോൾ പ്രൊഡ്യൂസർക്ക് ഒരു ഇതുണ്ടായിരിക്കും. ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണിത്. ആദ്യത്തെ വലിയ പ്രൊഡ്യൂസർ പോയ പോലെ ഈ പ്രൊഡ്യൂസർ വേണ്ടെന്ന് വെക്കുമോ? അങ്ങനെ ഈ ഒരു സംസാരം നടക്കുന്നുണ്ട്. കാരണം അടുത്ത ആഴ്ച വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഉജ്ജയിൻ തയ്യാറായിട്ടുണ്ട്. അതിന് മമ്മൂട്ടി എന്ത് ചെയ്യും? മമ്മൂട്ടി ഹരിഹരനെ കാലുമാറുമോ? ഹരിഹരനെ ചതിക്കുമോ? അതോ ഹരിഹരൻ വീണ്ടും ഈ ചതിയിൽപ്പെട്ടുകൊണ്ട് തൻ്റെ മറ്റ് പ്രോജക്റ്റുകൾ ചെയ്യാതെ കാത്തിരിക്കുമോ എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംസാരം. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മമ്മൂട്ടി ചതിയനാണ് എന്ന് ഞാൻ പറയില്ല, ഹരിഹരൻ പറയില്ല, മറ്റുള്ളവർ പറയില്ല. ഇത് പറഞ്ഞുണ്ടാക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ 2 മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രോജക്റ്റ്
ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, മമ്മൂട്ടി ചെയ്തില്ലെങ്കിലോ? മമ്മൂട്ടി അങ്ങനെ ചെയ്യാതിരിക്കുമോ? മമ്മൂട്ടിയുടെ സ്വപ്ന പ്രോജക്റ്റുകൾ ഒന്നാണ് ഉജ്ജയിനി. മാത്രമല്ല, മമ്മൂട്ടിക്ക് നല്ല പേരുണ്ടാക്കി കൊടുത്ത 2 സിനിമകളാണ് ഒരു വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും. മമ്മൂട്ടി ചതിക്കാൻ കഴിയുമോ? ചതിയൻ ചന്തുവിൻ്റെ കഥ മാറ്റി എഴുതിയതാണ് മറ്റേ വടക്കൻ വീരഗാഥ. അതുപോലെ മമ്മൂട്ടിക്ക് ചതിയനാവാൻ പറ്റുമോ? അങ്ങനെയാകുമ്പോൾ എന്താണ് വിളിപ്പേര് വരിക? ചതിയൻ മമ്മൂട്ടി എന്നായിരിക്കില്ലേ? അങ്ങനെ സംഭവിക്കുമോ? കാത്തിരുന്ന് കാണാമല്ലേ.